ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു കൊടും ചൂടിൽ നമുക്ക് കുടിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് റെസിപ്പി ആയിട്ടാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഇവിടെ മിക്സ്ഡ് ഫ്രൂട്ട്സ് ജ്യൂസാണ് കേട്ടോ റെഡിയാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല മധുരമുള്ള ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഇച്ചിരി പുളിയൊക്കെ ഉള്ള കുറച്ച് വൈറ്റ് ഗ്രേപ്പ് കൊണ്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജ്യൂസ് റെഡിയാക്കാം. ആദ്യം തന്നെ നമുക്ക് പഴം അരച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ പഴം തൊലിയൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലോട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 7 ഏലക്ക തൊലി കളഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള അര ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് നല്ല പാകത്തിനുള്ള മധുരമാണ്. ഇനി നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഷുഗർ ചേർക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ഗ്ലാസ് നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു 5 ഓറഞ്ച് തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജ്യൂസറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 3 ഗ്ലാസ് കോൾഡ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാട് സമയം മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കരുത്. അപ്പോൾ കുരു കൂടി അരിഞ്ഞു പോകും. കുരു അരിഞ്ഞു പോയാൽ ജ്യൂസിൽ നല്ലൊരു കയ്പ്പാണ് ഉണ്ടാവുക. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അരിച്ചെടുത്തിട്ട് ഇതിൻ്റെ ചണ്ടിയൊക്കെ ഒഴിവാക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു മിക്സ്ഡ് ഫ്രൂട്ട്സ് ജ്യൂസ് നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണേ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇപ്പോഴത്തെ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കണ്ടോ. നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പഴം ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിതൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ആയിട്ട് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ നോർമൽ വാട്ടറോ അല്ലെങ്കിൽ കോൾഡ് വാട്ടറോ കൂടുതൽ ആഡ് ചെയ്താൽ മതി. ഇതിലോട്ട് ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ഇത് കൂടി ചേർക്കുമ്പോൾ ജ്യൂസിന് ഇച്ചിരി ഒരു പുളി കൂടെ ഉണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴത്തെ നമ്മുടെ ജ്യൂസ് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഓവർ ലൂസ് അല്ല, കുറച്ച് കട്ടിയോടെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് മുന്തിരി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോഴത്തെ നമ്മുടെ രുചികരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മിക്സ്ഡ് ഫ്രൂട്ട്സ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നോക്കിയാൽ കാണുമ്പോൾ തന്നെ കൊതിയായിരുന്നല്ലേ. കിടുക്കാച്ചി ടേസ്റ്റ് കേട്ടോ. ഇപ്പം നല്ല ചുട്ട് പൊള്ളുന്ന ചൂടുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസും അതുപോലെ ഡ്രിങ്ക്സൊക്കെ നന്നായിട്ട് കഴിക്കുക. നമ്മുടെ ശരീരത്തിലുള്ള വെള്ളത്തിൻ്റെ അംശം വറ്റിപ്പോകാതെ സംരക്ഷിക്കുക. എല്ലാവർക്കും എൻ്റെ ജ്യൂസ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിനിയും ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.